സി രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് 100% രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിച്ചിഴക്കുകയാണ് ചെയ്തത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയോടുള്ള രാഷ്ട്രീയ വിരോധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപകരണമാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി പറയാനല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഇരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. വലിയ വലിയ ഉത്തരവാദിത്വമുള്ള, വലിയ ചുമതലകളുള്ള ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ രാഹുൽ ഗാന്ധി ഒന്ന് പറയുന്നു, അതിന്റെ നേരെ തിരിച്ചൊരു മറുപടി പറയുന്നു, വീണ്ടും പറയുന്നു, അങ്ങനെ പറയുന്നു. ഇനിയും ഒരു കാര്യം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ അപ്രോച്ചിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇതൊന്ന് എന്ത് മറുപടി പറഞ്ഞാലും ശരി, എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ പ്രതിപക്ഷമോ അതിന്റെ അകത്ത് തൃപ്തരാകാൻ പോകുന്നില്ല. ഇത് നമുക്കറിയാം. ഇവരുടെ മോട്ടീവ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമാണ്. നമുക്ക് വെറും ഒരു സാധാരണക്കാരന്റെ ബുദ്ധി ഉപയോഗിച്ചാൽ പോലും നമുക്കത് മനസ്സിലാവുന്ന കാര്യം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മറുപടി പറഞ്ഞ് തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അസാധ്യവുമാണ്. ഉറങ്ങുന്നവനല്ലേ ഉണർത്താൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അതിന് സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് തോന്നുന്നു.